എക്സലൻറ്റ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിനാണ് എക്സലൻറ്റ് അക്കാഡമി ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഒരു ചേരയെ കൊന്നാൽ എന്ത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ ചേരയെ കൊന്നാൽ എന്ത് സംഭവിക്കാനാ എന്ന് ചോദിച്ചാലും അത്ഭുതമില്ല. കാരണം നമ്മുടെ പ്രകൃതിയെക്കുറിച്ചോ ആ പ്രകൃതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചോ അതിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചോ അവർക്ക് പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ ഏകദേശം 12 ലക്ഷം പേർ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നാണ് കണക്ക്. ഒരു വർഷം ശരാശരി 58,000 പേർ പാമ്പ് കടിയേറ്റ് നമ്മുടെ രാജ്യത്ത് മരിക്കുന്നുണ്ട്. ഇതിൻ്റെ 3 ഇരട്ടി ആളുകൾക്ക് അവരുടെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ. കേരളത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് പാമ്പ് കടി. ആനയും കടുവയും ആക്രമിക്കുമ്പോൾ അത് വലിയ പ്രചാരമാകുന്നു. എന്നാൽ പാമ്പ് കടിയേറ്റ് 2024 മരിച്ചത് 30 പേരാണ്. ഇതൊരു നിസ്സാര കണക്കല്ല എന്ന് മനസ്സിലാക്കിയാണ് പാമ്പ് വിഷബാധയേറ്റുള്ള മരണം ഇല്ലാതാക്കാൻ കേരള ബഡ്ജറ്റിൽ പ്രത്യേക പദ്ധതിയായി 25 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. എന്തിനാണ് ഈ പണം ചെലവാക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാം. പാമ്പ് കടി ഏറ്റാലുള്ള ചികിത്സയിലെ ആധുനികവൽക്കരണമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും ഇതിൻ്റെ ലക്ഷ്യമായിട്ടുണ്ട്. പാമ്പ് കടി ഏൽക്കുന്നവർക്കായി പ്രത്യേക തീവ്ര പരിചരണ വിഭാഗം മിക്ക ആശുപത്രികളിലും ഇതിനോടൊപ്പം സജ്ജമാകും. ആദ്യത്തേത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലെ ധാന്യവും കിഴങ്ങും നശിപ്പിക്കുകയും പകർച്ചവ്യാധികൾക്കിടയാക്കുകയും ചെയ്യുന്ന എലികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. എലിപ്പനി മൂലം മരണപ്പെടുന്നവരുടെയും മരണതുല്യമായ ജീവിതം നയിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം കർഷക മിത്രമായ ചേരയുടെ വംശനാശമാണെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേരയെ സംസ്ഥാന പാമ്പായി ശുപാർശ ചെയ്യണമെന്ന് വനം വകുപ്പ് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ സർവ്വസാധാരണമായി കാണുന്ന വിഷമില്ലാത്ത പാമ്പാണ് ചേര. എലികളാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം. എലികൾ മാത്രമല്ല, അപകടകാരികളായേക്കാവുന്ന മൂർഖൻ തുടങ്ങിയ ഉഗ്രവിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളെയും ചേര ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചേരയെ സംരക്ഷിക്കുന്നതിലൂടെ ഇവയെല്ലാം നിയന്ത്രിക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 1-ാം ഷെഡ്യൂളിലാണ് ഇപ്പോൾ ചേര ഉൾപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ മൃഗ സംഘർഷം മൂലമുള്ള മരണങ്ങളിൽ ഭൂരിഭാഗവും പാമ്പ് കടിയേറ്റാണ് സംഭവിക്കുന്നതെന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് ചില വകുപ്പുകളും ചേർന്ന് വനം വകുപ്പ് സ്നേക്ക് എൻവെനോമേഷൻ സീറോ മോർട്ടാലിറ്റി കേരള എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ പാമ്പ് കടിയേറ്റുള്ള മരണനിരക്ക് കുറയ്ക്കുക, 0-ലെത്തിക്കുക എന്ന ഒരു തീവ്രമായ യത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 108 പേരിൽ 102 പേരെയും രക്ഷപ്പെടുത്താനായി. വൈകി എത്തിയ 6 പേർക്ക് മാത്രമാണ് മരണം സംഭവിച്ചത്. അവർ പലപ്പോഴും നാട്ടുവൈദ്യം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം മരണങ്ങളിലേക്ക് പോകുന്നതെന്ന് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അതേസമയം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും വനം വകുപ്പ് പദ്ധതിയിടുന്നു. സംസ്ഥാനത്ത് പ്രതിവർഷം ഏകദേശം 3000 പേർക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. ഇതിൽ ഏകദേശം 2000 പേർ പുല്ലുവെട്ടാൻ പോകുന്നവരും ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ്. വനം വകുപ്പ് പ്രതിവർഷം ഏകദേശം 15,000 പാമ്പുകളെ പിടിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കർഷക മിത്രമായ ചേരയെ കൃഷിയിടങ്ങളിൽ സംരക്ഷിക്കുന്നതിലൂടെ വിഷപ്പാമ്പുകളുടെ എണ്ണവും മനുഷ്യന് ദ്രോഹകാരികളായ എലികളുടെ എണ്ണവും ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും. റാറ്റ് സ്നേക്ക് അഥവാ ചേര നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പാമ്പാണ്. വിഷമില്ലാത്ത പാമ്പാണ് ചേര. മഞ്ഞച്ചേര, കരിഞ്ചേര എന്നിങ്ങനെ വിവിധ തരത്തിൽ ഇവയെ കാണാറുണ്ട്. ചേര മലർന്നു കടിച്ചാൽ വിഷമുണ്ടാകുമെന്ന തെറ്റിദ്ധാരണ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേരയും മൂർഖൻ പാമ്പും ഇണചേരുമെന്ന് പറയുന്നത് വെറുതെയാണ്. പാമ്പുകൾ വർഗം തെറ്റി ഒരിക്കലും ഇണചേരാറില്ല. ചേരപ്പാമ്പിന് ഏകദേശം 2 മീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട്. തല മൂർഖൻ്റേതുപോലെ നീണ്ടിരിക്കും. കണ്ണുകൾക്ക് സാമാന്യത്തിലേറെ വലിപ്പം, മിഴികൾക്ക് സ്വർണ്ണ നിറവുമാണ്. ശൽക്കങ്ങൾ നിറഞ്ഞ അരികുകളിൽ കറുപ്പ് നിറമുണ്ടാകും. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ചേരയുടെ ഇണചേരൽ സമയം. ഏകദേശം 25 മുട്ടകൾ വരെ ഈ സമയത്തവ ഇടാറുണ്ട്. ചേര ഒരിക്കലും അക്രമകാരിയല്ല. ചേരയെ കണ്ടു കഴിഞ്ഞാൽ ദയവായി കൊല്ലരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.